മഹാരാഷ്ട്രയിൽ പുലിപ്പേടി മാറുന്നില്ല. റായ്ഗഡിൽ 5 പേരെ ആക്രമിച്ച പുലിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പുലികളെ പിടികൂടി ആഫ്രിക്കയിലേക്ക് അയക്കുന്നതടക്കം സർക്കാരിന് മുന്നിലുണ്ടെന്ന് മഹാരാഷ്ട്ര വനംവകുപ്പ് മന്ത്രി അറിയിച്ചു. തീരദേശ വിനോദസഞ്ചാര മേഖലയായ അലിബാഗിൽ ഇറങ്ങിയ പുലി എവിടേക്ക് മുങ്ങിയെന്ന് ഇനിയും കണ്ടെത്താനായില്ല. ഇതോടെ ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവും കുറഞ്ഞു. നാഗ്പൂരിലെ പർദിയിൽ 10 പേരെ ആക്രമിച്ച പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടിയത് ഇന്നലെയാണ്. നിയമസഭയിലേക്ക് പുലിവേഷത്തിലെത്തി പൂനെയിലെ ജുന്നാറിൽ നിന്നുള്ള MLA പ്രതിഷേധിച്ചിരുന്നു. 3 മാസത്തിനിടെ 55 പേരാണ് ഈ മേഖലയിൽ നിന്ന് പുലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് പുലികളുടെ എണ്ണം വൻതോതിൽ കൂടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുലികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ കാട്ടിലേക്ക് ആടുകളെ അയക്കാനുള്ള പദ്ധതി വനംവകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പുലി ഇറങ്ങിയാൽ അലേർട്ട് നൽകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനവും നടപ്പാക്കുമെന്നും മന്ത്രി പറയുന്നു. കേന്ദ്ര അനുമതി ലഭിച്ചാൽ പുലികളെ പിടികൂടി ആഫ്രിക്കയിലേക്ക് അയക്കാനും സർക്കാർ ആലോചിക്കുന്നു. ജാംനഗറിലെ വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് പുലികളെ പിടികൂടി മാറ്റാനും അനുമതി തേടും. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലായി 200 കെണികൾ ഉടനെയും 1000 കൂടുകൾ പിന്നാലെയും സ്ഥാപിക്കാനുള്ള നടപടിയും തുടങ്ങി. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.